ബേപ്പൂരിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകളാണ് മാധ്യമങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പി വി അൻവർ കേരള രാഷ്ട്രീയത്തെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമാക്കിയ ഒരാളാണ് പി വി അൻവർ. പി വി അൻവർ ബേപ്പൂർ മത്സരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മരുമകനായിട്ടുള്ള റിയാസും അവിടെ മത്സരിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ചകളിലൊക്കെ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കും അവിടെ ഒരു ടീം വരാൻ പോകുന്നത്. അല്ല, അവിടെ എന്തായാലും മുഹമ്മദ് റിയാസ് മത്സരിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം അയാൾ ബേപ്പൂരിലെ സിറ്റിംഗ് MLA ആണ്. മാത്രമല്ല, ബേപ്പൂരിനെ സംബന്ധിച്ചുള്ള ഒരു ഇടതുപക്ഷ കോട്ട എന്നൊക്കെ പറയാവുന്ന, മലബാറിലെ തന്നെ ഒരു ഇടതുപക്ഷ കോട്ട എന്ന് പറയാവുന്ന ഒരു മണ്ഡലമാണ്. അവിടെ പി വി അൻവറിനെ പോലെ ഒരാള് ഞാൻ മത്സരിച്ചോളാം എന്ന് പറഞ്ഞു വന്നാൽ UDF ആ സീറ്റ് പി വി അൻവറിനെ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. കാരണം എന്താണെന്ന് വെച്ചാൽ പി വി അൻവർ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു ഒരിക്കൽ. ഇപ്പൊ ഖർവാപ്പസിയാണ്, കുടുംബത്തിലേക്ക് മടക്കി വന്നതാണ്, വീട്ടിലേക്ക് മടങ്ങി വന്ന ആളാണ്. അപ്പോൾ പിന്നീട് ഈ നിലമ്പൂരുമായി ബന്ധപ്പെട്ട ആര്യാടൻ കുടുംബം, അവിടുത്തെ ഒരു കോൺഗ്രസിന്റെ നേതൃത്വം, ഇതിലൊക്കെ ഉണ്ടാകുന്ന എതിർപ്പുകളെ തുടർന്നാണ് പി വി അൻവർ ഇടതുപക്ഷ സ്വതന്ത്രനായി നിലമ്പൂരിൽ മത്സരിക്കുന്നതും ജയിക്കുന്നതും പിന്നീട് ആര്യാടന്റെ വീടിന്റെ മുന്നിൽ തന്നെ MLA ഓഫീസ് തുടങ്ങുന്നത്. അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് 8 സീറ്റും നേടുമെന്നാണ് കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മൊത്തത്തിൽ അനുകൂലമായതുകൊണ്ട്. അതെ, അപ്പോ സ്വാഭാവികമായിട്ടും പി വി അൻവർ ഇപ്പോ പി വി അൻവറിന്റെ UDF പ്രവേശനം നമുക്കറിയാം, വലിയ സംഭവകുലമായ കഥയാണ്. പിണറായി വിജയന്റെ പടയാളിയായിരുന്നു, പടനായകനായിരുന്നു പി വി അൻവർ. പടനായകനായിരുന്ന പി വി അൻവർ ഈ പോലീസ് സേനയുമായൊക്കെ ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളിൽ കലിപ്പാവുകയും അവസാനം പി വി അൻവറിനെ പിണറായി വിജയൻ തള്ളിപ്പറയുന്നു എന്ന ഉത്തമ ബോധ്യം പി വി അൻവറിനുണ്ടാവുകയും പിണറായിസത്തിനും എതിരെ, അന്ന് സതീശനിസം ഉണ്ടായിരുന്നു, പിന്നീട് സതീശനിസം മറന്നു, പിണറായിസത്തിനെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് പിണറായി ഒരു കുടുംബവാഴ്ച നടത്തുന്നു. മുഹമ്മദ് റിയാസും പിണറായി വിജയനുമാണ് പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം ബദ്ധശത്രുക്കളായിട്ട് ഇപ്പോൾ ഉള്ളത്. അതേ മുഹമ്മദ് റിയാസിനെ നേരിടാൻ ഇപ്പോൾ മലബാറിൽ മത്സരിക്കണമെന്നുള്ളത് ഈ പറയപ്പെടുന്ന പി വി അൻവറിന്റെ ഒരു ആഗ്രഹമായിരിക്കും. അല്ലെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ബെറ്റർ ചോയ്സ്. അപ്പോൾ ബേപ്പൂരിൽ പി വി അൻവർ മത്സരിക്കാൻ ചെന്നാൽ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുമെന്ന് മുസ്ലിം ലീഗും കോൺഗ്രസിന്റെ അവിടുത്തെ നേതൃത്വവും ഒക്കെ ഇപ്പോഴേ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ പി വി അൻവറിനെ പിണറായി വിജയന്റെ മണ്ഡലമായ കണ്ണൂരിലെ ധർമ്മടത്ത് മത്സരിപ്പിക്കണം. പക്ഷെ ധർമ്മടത്ത് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് സർപ്രൈസ് സ്ഥാനാർത്ഥി ഉണ്ടാവും, ചൈൻ കില്ലർ ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചൈൻ കില്ലർ ആരാണെന്നുള്ളതാണ്, സുധാകരനാണോ അതോ ഷാഫിയാണോ, അതിന് VD സതീശൻ പോയി മത്സരിക്കുന്നോ അറിയില്ല. സുധാകരനെ പാർട്ടി അവിടെ കൊണ്ടുവന്ന് ഒതുക്കുമെന്നൊരു സൂചന അങ്ങനെയുണ്ടോ? എങ്ങനെയാ ഒതുക്കലാവുക? പിണറായിലെ പോയി അല്ലെ ധർമ്മടത്ത് പോയി സുധാകരൻ മത്സരിച്ച് എങ്ങനെ ഒതുക്കലാവുക? ഓരോരുത്തർക്കും ഓരോ മണ്ഡലങ്ങളുണ്ട്. ഇപ്പൊ നമുക്കറിയാം, രമേശ് നല്ല വർഷങ്ങളായിട്ട് നിൽക്കുന്ന മണ്ഡലം, പുതുപ്പള്ളി ഉമ്മൻചാണ്ടി വർഷങ്ങളായിട്ട് നിൽക്കുന്ന. അവിടത്തൊക്കെ മാറണം, അവിടൊക്കെ കടന്നു കയറി തോൽപ്പിക്കണം. VS അച്യുതാനന്ദനെ മാരാരും അവിടെ ഒരു തോൽവി ഉണ്ടാകുകയാണെങ്കിൽ അദ്ദേഹത്തിനെ എങ്ങനെ നിയമസഭയിലേക്ക് പിന്നീട് കൊണ്ടുവരാൻ? അവിടെ വെട്ടുകയല്ലേ സുധാകരനെ? അപ്പൊ സുധാകരൻ നിയമസഭയിൽ വേണമെന്ന് നിർബന്ധമുള്ളവരാരെങ്കിലും ഉണ്ടോ? സുധാകരന് കാണില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന അണികൾക്ക് കാണില്ല. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനെതിരെ നിങ്ങൾ ആരെയാണ് മത്സരിപ്പിക്കാൻ പോണേ? നിങ്ങൾ പിണറായി വിജയനെ ആരെയാണ് കോൺഗ്രസ് മത്സരിപ്പിക്കാൻ പോകുന്നത്? അല്ല, ശക്തനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷനെ കൊണ്ട് മത്സരിക്കും. പക്ഷെ നിയമസഭയിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാൾ ആണ് സുധാകരൻ എന്ന് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം MP ആണ്, സിറ്റിംഗ് MP ആണ്. അതുകൊണ്ട് മത്സരിപ്പിക്കാൻ ഏറ്റവും യോഗ്യരായിട്ടുള്ളത് സുധാകരനും ഷാഫി പറമ്പിലും ഒക്കെ തന്നെ. കാരണം പരാജയപ്പെട്ടാലും പ്രശ്നമില്ല, അവർക്ക് MP സ്ഥാനത്ത് തുടരാലോ സ്വാഭാവികമായിട്ടും. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അപ്പൊ മത്സരിക്കുന്നെങ്കിൽ അങ്ങനെ പ്രബലരെ തന്നെ അവിടെ മത്സരിപ്പിക്കും. അല്ല, സുധാകരനെ സംബന്ധിച്ച് പിണറായി വിജയൻ ചെയ്യുന്നത് വെച്ചാൽ ഈ ധർമ്മടത്ത് നിന്ന് സേഫ് സോണിൽ ഇറങ്ങി വേറെ എവിടെയെങ്കിലും മത്സരിക്കണം. 10 വർഷക്കാലം ഭരിച്ചതിന്റെ തെളിവല്ലേ? ഏതെങ്കിലും ഒരു സിറ്റിംഗ് മണ്ഡലത്തിൽ മാറി ബേപ്പൂരിൽ പോയി മത്സരിക്കാൻ പറയും, പറ്റുമോ? നല്ല കാര്യം ഉണ്ടാവുമോ? പരാജയപ്പെട്ടു പോകുന്നേ. ഈ പറയപ്പെടുന്ന ധർമ്മടത്തല്ലാതെ മറ്റെവിടെ മത്സരിച്ചാലും ഇയാൾ പരാജയപ്പെടും. ആ അവസ്ഥയാണ് ഇന്ന് നാട്ടിലുള്ളത്. അപ്പോൾ ആ ധർമ്മടത്ത് ഒരു ജയൻ കില്ലറെ കൂടി, ഇപ്പം ഞാൻ സുധാകരന്റെ പേര് പറഞ്ഞ എന്തുകൊണ്ടാണ്? സുധാകരൻ ഈ ധർമ്മടം ഉൾപ്പെടുന്ന കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ MP ആണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ സാധ്യതകളുണ്ട് അവിടെ. അതെ, കണ്ണൂരിനെ സംബന്ധിച്ച് നമുക്കറിയാം. അപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഒരുപക്ഷെ അവിടുത്തെ ജനത ഒരു നല്ല മറ്റൊരു നേതാവിന് വേണ്ടി കാത്തിരിക്കുവാണെങ്കിലോ? ഇതുവരെ അങ്ങനെ ആരെങ്കിലും നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഇല്ല, അത്രയും കടന്ന് ആക്രമിച്ചുകൊണ്ടല്ലേ സുധാകരൻ ഇപ്പൊ അവിടുത്തെ MP ആയിട്ട് അതാ പറഞ്ഞ. അവിടെ ഇതുവരെ പിണറായി വിജയനെതിരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ UDF മത്സരിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ കെ മുരളീധരനെ കൊണ്ട് മത്സരിപ്പിക്കും. കണ്ണൂരിന്റെ മണ്ണാണ്, അവിടെ ഒരു കണ്ണൂരുകാരനാണ് ഏറ്റവും ബെറ്റർ, ഒരു മലബാറുകാരനാണ് ബെറ്റർ. അതുകൊണ്ടാണ് ഞാൻ ഷാഫി പറമ്പിൽ കെ സുധാകരൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ പരവൂരായാലും ഹരിപ്പാടായാലും ഈ പറയപ്പെടുന്ന ധർമ്മടമായാലും എവിടെയായാലും ശക്തരായ സ്ഥാനാർത്ഥികൾ ഉണ്ടാവണം. ഇപ്പോൾ KK ശൈലജയെ കൊണ്ടുപോയി സണ്ണി ജോസഫിനെതിരെ മത്സരിപ്പിക്കുക എന്ന് പറഞ്ഞ് ഭീഷണി വിടുന്നുണ്ട്. അത് ഒതുക്കല. കാരണം സണ്ണി ജോസഫ് പണ്ട് KK ശൈലജയെ തോൽപ്പിച്ചിട്ടുള്ള ആളാണ്. ലാസ്റ്റ് തെരഞ്ഞെടുപ്പിലും KK ശൈലജ തോറ്റ ആളാണ്. അത് ഭീഷണിയല്ല, അത് വെറും ഒതുക്കൽ. KK ശൈലജ ഒതുക്കുകയാണ്, ചൈൻ കിളറാക്കി വിട്ട്
തോറ്റുപോകുന്നറിയാവുന്നിടത്തേക്ക് വിടുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ നിലമ്പൂര് മുൻ MLA. പക്ഷെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന മറ്റൊരു വിഷയമാണ്. അപ്പം മണ്ഡലങ്ങൾ നോക്കി നിൽക്കുന്ന നേതാക്കന്മാരെ അവർക്ക് താല്പര്യമില്ലാത്ത, അവർ പ്രവർത്തന മേഖല അല്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോയി മത്സരിപ്പിക്കുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം പലപ്പോഴും വരുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ സേഫ് സോണിൽ നേതാക്കന്മാർ മാത്രം മത്സരിച്ചാൽ ഈ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് മത്സരിക്കണ്ടേ? അല്ല, വർഷങ്ങളായിട്ട് ഒരാൾ മണ്ഡലത്തിൽ ഇങ്ങനെ സജീവമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കിയിട്ട് എല്ലാവരും ഏകദേശം ഒരു കണ്ണുകളോടെ തന്നെയാണ് പ്രവർത്തിക്കുന്നതും എല്ലാം. അപ്പൊ അവിടെ നിന്ന് മാറ്റിയിട്ട് മറ്റൊരു മണ്ഡലത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവർക്കവിടെ പ്രവർത്തന സാഹചര്യങ്ങൾ, അണികൾ, അല്ലെങ്കിൽ ഒരാൾ നോക്കി നിൽക്കുന്നു എന്ന് വിചാരിച്ചിട്ട് അതും കൊടുക്കാൻ പറ്റും. അയക്കാണ്ടിൽ വിജയസാധ്യത കൂടെ കണക്കിലാക്കാൻ അവിടുത്തെ മറ്റു പ്രവർത്തകർ ഒരു മണ്ഡലം നോക്കി നിൽക്കാൻ എത്ര പേരുണ്ടാവും? അതെ, സ്വാഭാവികമായ തർക്കങ്ങൾ വരും. ആ തർക്കങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായ പൊളിച്ചുപണികളും മാറ്റപ്രതിഷ്ഠകളും. നമ്മൾ ഈ പറയുന്ന ജയിന്റ് എന്ന് പറയുന്ന രീതിയിലുള്ള വലിയ നേതാക്കന്മാരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. കെ സുധാകരൻ പ്രത്യേകിച്ച് മണ്ഡലമൊന്നും നോക്കിയിട്ടില്ല. കാരണം അദ്ദേഹത്തിന് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഏത് നിയമസഭാ മണ്ഡലത്തിൽ വേണമെങ്കിലും മത്സരിക്കാം. അദ്ദേഹം സംസ്ഥാന നേതാവല്ല, ദേശീയ നേതാവ് എന്ന് പറയാവുന്ന പ്രൊഫൈലുള്ള ആളാണ്. ചെറിയ ഏഷ്യയല്ല. ഷാഫി പറമ്പിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഏത് മണ്ഡലത്തിൽ വേണമെങ്കിലും അവർക്ക് മത്സരിക്കാം. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. PV അൻവറിന് ബേപ്പൂർ ചോദിച്ചാൽ കൊടുത്തേക്കണം. PV അൻവർ പൊരുതിയിട്ട് വരട്ടമേ, ജയിച്ചു വരും.